നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിച്ചു. വയനാട് തിരുനെല്ലിയിൽ കാട്ടുപന്നി ആക്രമണം, ഒരാൾക്ക് പരുക്ക്. മണ്ഡലപൂജയ്ക്കായുള്ള തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു. വിവിധ ഇടങ്ങളിൽ സ്വീകരണം. 26-ന് സന്നിധാനത്തെത്തും. അരിക്കൊമ്പന്റെ പേടിപ്പിക്കുന്ന ഓർമ്മകളിൽ ചിന്നക്കനാലിലെ ക്യാന്റീൻ ആക്രമിച്ചത് പലവട്ടം. ചായയ്ക്കൊപ്പം കൊമ്പൻ കഥകളുമായി തൊഴിലാളികൾ. പാവപ്പെട്ടവർക്ക് ഉടുപ്പുകൾ ഒരുക്കി തൃശൂരിലെ സ്കൂൾ വിദ്യാർത്ഥികൾ. ആവശ്യക്കാർക്ക് ഡ്രസ് ബാങ്ക് സജ്ജം. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. പിടികൂടിയത് 1 കിലോയിലേറെ സ്വർണം. ഒരാൾ അറസ്റ്റിൽ. വിശദമായി നോക്കാം. അരിക്കൊമ്പന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് ചായ കുടിക്കാൻ പോലും പോകാൻ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു ക്യാന്റീനുണ്ട് ചിന്നക്കനാലിൽ. ഇന്ന് ആനക്കഥകൾ പറയാൻ നാട്ടുകാർ ഒത്തുചേരുന്ന പന്നിയാർ എസ്റ്റേറ്റിലെ ലേബർ ക്യാന്റീൻ. അരിക്കൊമ്പന്റെ അവസാന ആക്രമണങ്ങൾ നേരിട്ട കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ക്യാന്റീൻ. കാട്ടുകൊമ്പന്മാരുടെ ചിത്രം പതിപ്പിച്ചിരിക്കുന്ന ക്യാന്റീൻ കെട്ടിടത്തിന്റെ ചുവരിനുമുണ്ട് അരിക്കൊമ്പന്റെ ഒരുപാട് ഓർമ്മകൾ. നിരവധി തവണ കെട്ടിടത്തിന് നേരെ ആനയുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അവസാന ആക്രമണമുണ്ടായത് 2023 മാർച്ച് 11-ന് രാത്രി 10 മണിയോടെയാണ്. അരിക്കൊമ്പന്റെ സ്ഥിരം ഇരയായ സമീപത്തെ റേഷൻ കടയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഇട്ടതോടെ ആനയുടെ ആക്രമണം ഈ കടയ്ക്ക് നേരെയായി. ഈ സമയത്ത് സ്ഥാപനത്തിലുണ്ടായിരുന്ന ക്യാന്റീൻ ജീവനക്കാരൻ എഡ്വിൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പേടിയായിരുന്നു. 6 മണി 5 മണിന് ഇപ്പൊ ഒന്നും പേടിയില്ല. അരിക്കൊമ്പും പോയൊന്നും പേടിയില്ല. ക്യാന്റീൻ്റെ അടുത്ത് ഏറ്റവും പറഞ്ഞ ഒരു ചായന്റെ അടുത്ത് കൊണ്ടിരുന്നു. അവിടെ രാത്രി 10 മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവണ് അവിടെ ഓടിച്ച അവന്റെ ജീവൻ ഒരു മിനിറ്റ് രക്ഷിച്ചു. അന്ന് അവന്റെ പെണ്ണുമ്പിള്ളില്ല, അവന് മാത്രം ഒറ്റക്കുണ്ടായിരുന്നു. അരിക്കൊമ്പനെ കാട് കടത്തിയതോടെ തൊഴിലാളി ക്യാന്റീൻ കൂടുതൽ സജീവമായി. തമിഴ്നാട്ടിലെ മുണ്ടൻതുറൈ കടുവാസങ്കേതം കീഴടക്കി നടക്കുന്ന അരിക്കൊമ്പന്റെ വിശേഷങ്ങൾ ഇടയ്ക്കെങ്കിലും ചായ കുടിക്കാനെത്തുന്നവരുടെ ചർച്ചയിൽ ഇടം പിടിക്കും. തൊഴിലാളി ക്യാന്റീനെ പോലെ അരിക്കൊമ്പൻ കഥകൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ചകളിൽ ഇടം പിടിക്കുന്ന നിരവധി തൊഴിലാളി ഇടങ്ങളുണ്ട് ചിന്നക്കനാലിൽ. കാലമെത്ര കഴിഞ്ഞാലും മുത്തശ്ശി കഥ പോലെ അരിക്കൊമ്പൻ നാട്ടിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. ന്യൂസ് 18 ചിന്നക്കനാൽ. താമരശ്ശേരിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറിന് പിന്നിൽ KSRTC ബസ് ഇടിച്ച് യുവതിക്ക് പരിക്ക്. വയനാട് സുൽത്താൻ ബത്തേരി തട്ടയാട് സ്വദേശിനി ദിവ്യയ്ക്കാണ് പരിക്കേറ്റത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം ഉച്ചയ്ക്കാണ് അപകടം. ഗതാഗത കുരുക്ക് കാരണം നിർത്തിയ കാറിന് പിന്നിൽ KSRTC ബസ് ഇടിക്കുകയായിരുന്നു. ഇതോടെ മുന്നോട്ട് നീങ്ങിയ കാർ ലോറിക്ക് പിന്നിലും ഇടിച്ചു. പരിക്കേറ്റ ദിവ്യയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം തുമ്പയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ചേർത്തല വാരണം സ്വദേശി ഉണ്ണിക്കുട്ടനാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. അപകടത്തിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രി 1:30-ഓടെ തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിന് മുൻപിലാണ് അപകടം. എതിർദിശയിൽ വന്ന ബൈക്കുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താമരശ്ശേരി ചുരത്തിൽ ലോറി കേടായതിനെ തുടർന്ന് ഗതാഗത തടസ്സം. ചുരം 6-ാം വളവിലാണ് ലോറി കുടുങ്ങിയത്. ചുരം കയറുകയായിരുന്ന 14 ചക്ര ചരക്ക് ലോറിയുടെ ആക്സിൽ ഒടിഞ്ഞ് വളവിൽ കുടുങ്ങുകയായിരുന്നു. പുലർച്ചെ 1 മണിയോടെയാണ് ലോറി കുടുങ്ങിയത്. വൺ വേ അടിസ്ഥാനത്തിൽ മാത്രമാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അവധി ആയതിനാൽ വാഹനങ്ങളുടെ തിരക്ക് കൂടുതലാണ്. പോലീസും ചുരം NDRF പ്രവർത്തകരും ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥലത്തുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ 1 കിലോയിലധികം സ്വർണം പോലീസ് പിടികൂടി. ഷാർജയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളം വഴി ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച സ്വർണമാണ് പോലീസ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ ഒരു യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ മലപ്പുറം മേൽമുറി സ്വദേശി മുഹമ്മദാണ് എയർപോർട്ടിന് പുറത്തുവെച്ച് പോലീസ് പിടിയിലായത്. സ്വർണം മിശ്രിത രൂപത്തിലാക്കി 4 ക്യാപ്സ്യൂളുകളുടെ രൂപത്തിൽ പാക്ക് ചെയ്ത് ശരീരത്തിനകത്ത് ഒളിപ്പിച്ചാണ് ഇയാൾ ഷാർജയിൽ നിന്ന് എത്തിയത്. ആഭ്യന്തര വിപണിയിൽ 62 ലക്ഷത്തിലധികം വില വരും പിടിച്ചെടുത്ത സ്വർണത്തിന്.
കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെ അതിർത്തികളിൽ പരിശോധന കർശനമാക്കി കർണാടക. ദക്ഷിണ കർണാടകയിൽ മാത്രം 5 ഇടങ്ങളിലാണ് പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. ಎಲ್ಲ ಹಿರಿಯ ನಾಗರಿಕರು 60 ವರ್ಷ ಹಾಗೂ ಮೇಲ್ಪಟ್ಟವರು ಇತರ ಆರೋಗ್ಯ ಸಮಸ್ಯೆಗಳಿಂದ ಬಳಲುತ್ತಿರುವವರು ವಿಶೇಷವಾಗಿ ಕಿಡ್ನಿ ಹೃದಯ ಲಿವರ್ ಸಮಸ್ಯೆಗಳು കേരളത്തിൽ കോവിഡ് കേസുകൾ കുത്തനെയുയരുന്നതിനെ തുടർന്ന് അതിർത്തികളിൽ കർണാടക പരിശോധന കർശനമാക്കി. സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണ കന്നഡ ജില്ലയുടെ 5 ഇടങ്ങളിൽ പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങി. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. തലപ്പാടി, ബണ്ട്വാളിയിലെ സാരട്ക, പുത്തൂരിലെ സ്വർഗ, സുള്ളിയപദവ്, ജാൽസൂർ എന്നിവിടങ്ങളിലാണ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചത്. ദക്ഷിണ കന്നഡയിൽ ഇതുവരെ ഒമിക്രോൺ JN1 റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണം കണ്ടാൽ പരിശോധന നടത്താനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കാടിറങ്ങുന്ന വന്യത. വയനാട് തിരുനെല്ലിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ടാക്സി ഡ്രൈവർക്ക് പരിക്കേറ്റു. കണ്ണൂർ ഉളിയിൽ സ്വദേശി PK രഞ്ജിത്തിനാണ് പരിക്കേറ്റത്. തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപം നടന്നു പോകുന്നതിനിടെയായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. കാലിന് ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്തിനെ വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ നിന്നും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതായിരുന്നു രഞ്ജിത്ത്. ഇന്നലെ തിരുനെല്ലി അപ്പപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികനും പരിക്കേറ്റിരുന്നു. കൃഷിയിടത്തിൽ നിന്നും ആനയെ തുരത്തുന്നതിനിടെയായിരുന്നു ആക്രമണം. അട്ടപ്പാടി മട്ടത്തുകാട് കാട്ടാന പൊട്ടക്കിണറ്റിൽ വീണു. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കിണറ്റിലാണ് വീണത്. ഉച്ചയോടെയാണ് ആനയെ കിണറ്റിൽ കണ്ടത്. JCB ഉപയോഗിച്ച് ചാല് വെട്ടി ആനയെ വനം വകുപ്പ് കരയ്ക്കു കയറ്റി. ക്രിസ്മസ് കാലം. കോഴിക്കോട് മുക്കം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്രിസ്മസ് ആഘോഷം വേറിട്ടതായി. പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നു ആഘോഷം. ക്രിസ്തുമസിനെ വരവേൽക്കുകയാണ് നാട്. സ്കൂളുകളിലടക്കം ആഘോഷങ്ങളും പതിവായി. കരോൾ ഗാനങ്ങൾ പാടിയും നൃത്തം ചെയ്തും കേക്ക് മുറിച്ചും ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. കരോൾ ഗാനങ്ങൾ പാടിയും നൃത്തം ചെയ്തും കേക്ക് മുറിച്ചുമെല്ലാമാണ് പ്രതീക്ഷ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കൊപ്പം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ആഘോഷിച്ചത്. എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പ്രതീക്ഷ സ്കൂളിനെ കുറിച്ച് ആലോചിച്ചത്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണല്ലോ. അപ്പൊ നമ്മുടെ കുട്ടികളുമായിട്ട് പോയിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് അവരുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത്. മുക്കം പ്രതീക്ഷ സ്കൂൾ മുറ്റത്ത് നടന്ന പരിപാടിയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ ഷാഹുൽ ഹമീദ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷിംഗ്ലി, ഡോക്ടർ യഹിയ ഖാൻ, പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാത്തിമ സെൽവ, പ്രഭാകരൻ പ്രതീക്ഷ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളെ വരവേറ്റ് മലപ്പുറം വളാഞ്ചേരിയിൽ മെഗാ കേക്ക് ഫെസ്റ്റ്. കേക്ക് ഫാന്റസി എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ 35 ടീമുകൾ മാറ്റുരച്ചു. കേക്കുകൾ രുചിയുടെ മാത്രമല്ല കാഴ്ചയുടെയും വിരുന്നൊരുക്കുകയാണ് ഇവിടെ. അലങ്കരിച്ച വിവിധ രൂപത്തിലും വലിപ്പത്തിലുമുള്ള പല വർണ്ണങ്ങളിലും തയ്യാറാക്കിയ കേക്കുകൾ മേളയ്ക്ക് മാറ്റുകൂട്ടി. ഭംഗിയിൽ മാത്രമല്ല രുചിയിലും മുന്നിലായിരുന്നു ഈ കേക്കുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചാണ് ഇന്നിവിടെ കേക്ക് ഫെസ്റ്റ് നടക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 36 പേരോളം അടങ്ങണ വിവിധ തരത്തിൽ വിവിധ രുചികളിലുള്ള കേക്ക് ഞങ്ങൾ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്തുകൊണ്ട് പ്രസന്റ് ചെയ്തതാണ്. സ്വയം ഓരോ തീം കണ്ടെത്തിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ തീം ബേസ് ആയിട്ട് ചെയ്തതാണ്.
ക്രിസ്തുമസ് പുതുവത്സരത്തോടനുബന്ധിച്ചായിരുന്നു മെഗാ കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വീട്ടമ്മമാർക്കായി കേക്ക് ഫാൻസി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 35ഓളം ടീമുകൾ മത്സരിച്ചു. വളാഞ്ചേരി യാറാം മാളിൽ വെച്ച് നടന്ന പരിപാടിയിലെ രുചിയൂറും കേക്കുകൾ കാണുവാനും രുചിക്കുവാനും നിരവധി പേരാണ് എത്തിയത്. ക്രീമിലാണത് മൊത്തമായിട്ട് ചെയ്തത്, ക്രീമിലാണ്. പിന്നെ ഫോണ്ടൻ്റാണ് ഈ വർക്കൊക്കെ. കുറേ സ്ത്രീകൾക്ക് പുറത്തിങ്ങനെ കുക്ക് ചെയ്ത് കാണിച്ചു തരാനും, പിന്നെ ഓൾക്ക് വീടിൻ്റെ ഉള്ളിലല്ലാതെ തന്നെ ഓൾ പുറത്തിറങ്ങിയിട്ട് ഓൾക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളത് കാണിക്കാനാണ് ഈ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മണിക്കൂറുകളോളം വീട്ടിലിരുന്ന് തയ്യാറെടുത്താണ് വീട്ടമ്മമാർ കേക്കുകളുടെ ഡിസൈൻ പൂർത്തീകരിച്ചതെന്ന് സംഘാടകർ പറയുന്നു. ക്രിസ്തുമസ് ട്രീയും ക്രിസ്മസ് അപ്പൂപ്പനും നക്ഷത്രങ്ങളുമെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള കേക്ക് കാഴ്ചകൾ കാണികളിൽ കൗതുകമേകി. ന്യൂസ് 18 തിരൂർ. ചോക്ലേറ്റുകൾ നിർമ്മിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഇന്ത്യ മുഴുവൻ വിപണനം ചെയ്യുകയാണ് കോഴിക്കോട് കാരശ്ശേരിയിലെ ഒരു സംരംഭക. കാരശ്ശേരി സ്വദേശിനി അഷീക ഖദീജയാണ് വ്യത്യസ്ത രുചികളിലും വ്യത്യസ്ത രൂപങ്ങളിലുമുള്ള ചോക്ലേറ്റുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത്. കാരശ്ശേരി സ്വദേശിനി അഷീക ഖദീജയാണ് വ്യത്യസ്ത രുചികളിലും രൂപത്തിലുമുള്ള ചോക്ലേറ്റുകൾ നിർമ്മിക്കുന്നത്. ആവശ്യമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തു നൽകും. ഓർഡർ അനുസരിച്ച് രാജ്യമെമ്പാടും കയറ്റി അയക്കും. സോഷ്യൽ മീഡിയ വഴിയാണ് പ്രചരണം. കൊറിയർ വഴിയാണ് ഇവ അയക്കുക. 4 വർഷം മുമ്പ് തുടങ്ങിയതാണെങ്കിലും കോവിഡ് കാലത്തിന് ശേഷമാണ് ആവശ്യക്കാർ ഏറിയതെന്ന് അഷീക ഖദീജ പറയുന്നു. കോവിഡിന്റെ സമയത്ത് ഒരുപാട് നമുക്ക് ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലാതെ ബാംഗ്ലൂർ, ബോംബെ ഇവിടെ നിന്നൊക്കെയുള്ള കസ്റ്റമേഴ്സ് നമ്മളെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ മുന്നേ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തിട്ട് ഇതുപോലെ ഷോപ്പിലൊക്കെ ആയിരുന്നു കൊടുത്തത്. പിന്നെ നമ്മൾ ക്വാളിറ്റി, നമ്മളെ ഐറ്റത്തിന്റെ ക്വാളിറ്റി കൂട്ടി, പിന്നെ അതിന്റെ പാക്കിംഗ്, കസ്റ്റമൈസേഷൻ ഇതെല്ലാം ഇംപ്രൂവ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബർത്ത്ഡേ, വിവാഹ വാർഷികങ്ങൾ, എൻഗേജ്മെന്റ്, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്കായാണ് എല്ലായ്പ്പോഴും ഓർഡറുകൾ തേടിയെത്തുന്നത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ കാലത്ത് സമ്മാനങ്ങൾ നൽകാനായി അഷീക ഖദീജ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ച് കേക്കിന് സമാനമായ ചോക്ലേറ്റുകളും നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇത്തരം ചോക്ലേറ്റുകൾക്ക് നല്ല ഡിമാൻഡുമുണ്ട്. നേരത്തെ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഡൽഹി സെക്രട്ടേറിയറ്റിനും വേണ്ടി അഷീക ചോക്ലേറ്റുകൾ നിർമ്മിച്ച് കസ്റ്റമൈസ് ചെയ്ത് നൽകിയിട്ടുമുണ്ട്. നമ്മളിപ്പം ഫസ്റ്റ് ഒരു കസ്റ്റമർ വന്നാൽ അവർ നമ്മളെ അടുത്ത് നിന്ന് വീണ്ടും വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും. നമ്മുടെ ഓൺലൈൻ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കസ്റ്റമേഴ്സ് വരുള്ളൂ. നമ്മളൊരു ഷോപ്പോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല. കൊറിയർ സർവീസ് ത്രൂ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് DTDC, ഡൽഹി വരെ അങ്ങനത്തെ കൊറിയർ സർവീസ് നമ്മൾ വെൽ പാക്ഡ് ചോക്ലേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഈ പാക്കിങ്ങിന്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നന്നായിട്ട് പാക്ക് ചെയ്ത് അവർക്ക് സേഫായി എത്തുന്ന രീതിയിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. ഇപ്പം അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് തൊട്ട് അവർക്ക് അവിടെ റിസീവ് ചെയ്ത് ആ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. ഗിഫ്റ്റ് നൽകാനായി ചോക്ലേറ്റിനൊപ്പം ഫോട്ടോകൾ ഫ്രെയിം ചെയ്തും വ്യത്യസ്ത മെസ്സേജുകൾക്കുള്ള കാർഡുകൾ ഡിസൈൻ ചെയ്തും നൽകുന്നുണ്ട്. ഇവർക്ക് സഹായികളായി അയൽവാസികളായ 2 സ്ത്രീകളാണുള്ളത്. ചെറുപ്പം തൊട്ടേ പാചകത്തോടും ചോക്ലേറ്റിനോടുമുള്ള ഇഷ്ടമാണ് ഈ മേഖല തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും അഷീക ഖദീജ പറയുന്നു. ന്യൂസ് 18 കാരശ്ശേരി. ഇടുക്കി രാജകുമാരിയിൽ തോട്ടമുടമയെ CI2 പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. ഖജനാപ്പാറ വെള്ളിവിളുന്താൻ ജയരാജ് എസ്റ്റേറ്റ് ഉടമയ്ക്കാണ് മർദ്ദനമേറ്റത്. തലയ്ക്കു പരിക്കേറ്റ തിരുവനന്തപുരം സ്വദേശി ജയരാജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. പുലർച്ചെ 5 മുതൽ ക്ഷേത്രത്തിൽ തങ്കയങ്കി ദർശിക്കാനായി വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം 26 വൈകിട്ട് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. പുലർച്ചെ 5-ന് തങ്കയങ്കി ദർശിക്കാനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. തുടർന്ന് 7 മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ക്ഷേത്രം ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള
ഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്ര കടന്നുവരുന്ന വഴികളിൽ നിറപറയും നിലവിളക്കും വെച്ചാണ് തങ്കയങ്കിയെ വരവേൽക്കുന്നത്. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം, കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രം, പെരുന്നാട് ശാസ്താക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 26 വൈകിട്ട് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. തുടർന്ന് വൈകിട്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 27 10:30 11:30 മധ്യയാണ് മണ്ഡലപൂജ. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമല അയ്യപ്പ ഭക്തർക്ക് ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് പന്തളം കൈപ്പുഴ കൊട്ടാരവും വലിയ കോയിക്കൽ ക്ഷേത്രവും. അയ്യപ്പൻ 12 വയസ്സുവരെ വളർന്നു എന്ന് വിശ്വസിക്കുന്ന കൈപ്പുഴ കൊട്ടാരം കാണാനായി തീർത്ഥാടന കാലത്ത് നിരവധി ഭക്തരാണ് എത്തുന്നത്. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപമാണ് പഴമയുടെ പ്രൗഢിയിൽ സ്ഥിതി ചെയ്യുന്ന കൈപ്പുഴ കൊട്ടാരം. പന്തളം രാജാവായിരുന്ന രാജരാജശേഖര വർമ്മയുടെ മകനായി അയ്യപ്പൻ 12 വയസ്സുവരെ കൈപ്പുഴ കൊട്ടാരത്തിൽ വളർന്നുവെന്നാണ് വിശ്വാസം. ഈ കൊട്ടാരം എന്ന് പറയുന്നത് ഒരു എട്ടുകെട്ടാണ്. ഇവിടെയാണ് അയ്യപ്പൻ 12 വയസ്സുവരെ വളർന്നത് എന്നാണ് വിശ്വാസം. ശബരിമല മലവിളക്കിന് തിരുവാഭരണം കൊണ്ടുപോകുന്ന ദിവസം അന്ന് രാജപ്രതിനിധിയായിട്ട് പോകുന്ന ആള് ഈ കൊട്ടാരത്തിൽ വന്ന് വലിയ തമ്പുരാട്ടി ഇവിടെ ഉണ്ടാവും. അന്നത്തെ ദിവസം വലിയ തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ച് പൂജിച്ച വാള് വലിയ തമ്പുരാട്ടി കൈമാറും. ആ വാള് കൊണ്ടാണ് നേരെ ശബരിമലയ്ക്ക് യാത്രയാവുന്നത്. 12 മുറികളും നിലവറയുമുള്ള കൊട്ടാരത്തിലെ കുളത്തിൽ അയ്യപ്പൻ കുളിച്ചിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കൊട്ടാരം ഇന്നും പഴമയുടെ തനിമയിൽ തന്നെയാണ് സംരക്ഷിച്ചു വരുന്നത്. മണ്ഡലകാലമായതോടെ കൊട്ടാരം കാണാനായി നിരവധി ഭക്തരാണ് കൈപ്പുഴ കൊട്ടാരത്തിൽ എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെ വിഷമിക്കുന്നവർക്ക് കൈത്താങ്ങായി പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൃശൂർ കൊടകരയിലെ മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ. രക്ഷിതാക്കളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ സ്കൂളിൽ സജ്ജമാക്കിയിട്ടുള്ള ഡ്രസ് ബാങ്കിൽ സമാഹരിച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ആവശ്യക്കാരായിട്ടുള്ളവർക്ക് ആർക്കു വേണമെങ്കിലും സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയും. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം നീക്കിവെച്ചിട്ടുള്ള വിദ്യാലയമാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂൾ. ബുധനാഴ്ച തോറും ചാരിറ്റി ഡേ ആയി ഇവിടെ ആചരിക്കുന്നു. സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള കോയിൻ ബോക്സിൽ കുട്ടികളും രക്ഷിതാക്കളും നിക്ഷേപിക്കുന്ന പണം സമാഹരിച്ച് നിർധന കുടുംബങ്ങളിലെ കുട്ടികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ ഈ സ്കൂളിൽ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഡ്രസ് ബാങ്കിന് രൂപം നൽകിയതെന്ന് പ്രധാനാധ്യാപിക PS സീമ പറഞ്ഞു. ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്ന പോലെ തന്നെ പലർക്കും വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് ചുറ്റുപാടുകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ വളരെ നല്ലൊരു സ്വീകാര്യതയാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് കിട്ടിയത്. വീടുകളിൽ ഉപയോഗിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും വസ്ത്രങ്ങൾ ആർക്കു വേണമെങ്കിലും സ്കൂളിലെ ഡ്രസ് ബാങ്കിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും. ഉപയോഗിച്ച് പഴകിയതോ കേടുവന്നതോ അല്ലാത്ത, പാകമാകാത്തതിനാലും കളർ ഇഷ്ടമാകാത്തതിനാലും മാറ്റിവെച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഡ്രസ് ബാങ്കിൽ സ്വീകരിക്കുന്നത്. 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ വസ്ത്രങ്ങളാണ് മനക്കുളങ്ങര സ്കൂളിലെ ഡ്രസ് ബാങ്കിൽ ശേഖരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ശേഖരിക്കുന്ന വസ്ത്രങ്ങൾ PTA അംഗങ്ങളായ അമ്മമാരുടെയും അധ്യാപകരുടെയും സഹായത്തോടെ തരംതിരിച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും വസ്ത്രങ്ങൾക്ക് പുറമെ പുതപ്പ്, തോർത്തുമുണ്ട് എന്നിവയും ഡ്രസ് ബാങ്കിലുണ്ട്. ഇതിനോടകം നിരവധി പേരാണ് ഈ നല്ല പ്രവർത്തനത്തിന് പിന്തുണയുമായി എത്തിയിട്ടുള്ളതെന്ന് ഡ്രസ് ബാങ്കിന്റെ മാനേജറായി പ്രവർത്തിക്കുന്ന സ്കൂൾ സ്റ്റാഫ് അംഗം K സനൽ പറഞ്ഞു. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് ആവശ്യം കഴിയുമ്പോൾ കൊണ്ട് കളയേണ്ട സ്ഥലമല്ല നമ്മുടെ ഡ്രസ് ബാങ്ക്. പകരം നമ്മൾക്ക് കിട്ടുന്ന ചില ഗിഫ്റ്റുകൾ കിട്ടുന്ന ഡ്രസ്സുകൾ, നമ്മുടെ ഒരു വട്ടം ഉപയോഗിച്ച് ചിലപ്പോൾ പാകം ആവാത്ത ഡ്രസ്സുകൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അതിനാവശ്യക്കാർക്ക് ഇവിടെ വന്ന് സൗജന്യമായി നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും കാലത്ത് 10 മണി മുതൽ 12 മണി വരെ സൗജന്യമായി നമുക്ക് ഡ്രസ്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. ഒട്ടേറെ വസ്ത്രങ്ങൾ ഇതിനകം സംഭാവനയായി ലഭിച്ചു കഴിഞ്ഞു. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളാണ് ശേഖരത്തിൽ കൂടുതലായുള്ളത്. വസ്ത്രങ്ങൾ വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്ന ആർക്കും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഇവിടെ എത്തി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ കഴിയും. കഴിഞ്ഞ വർഷമാണ്
മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂളിൽ ഡ്രസ് ബാങ്കിന് തുടക്കം കുറിച്ചത്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ വസ്ത്രങ്ങൾ ശേഖരിച്ച് അഗതി മന്ദിരങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. ഈ വർഷം സ്കൂളിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് കൂടി പ്രയോജനമാകുന്ന തരത്തിൽ ഡ്രസ് ബാങ്കിന്റെ പ്രവർത്തനം വിപുലീകരിക്കുകയായിരുന്നു. ഡ്രസ് ബാങ്കിനായി ഒരു മുറി സജ്ജമാക്കുകയും മുതിർന്നവർക്കും കുട്ടികൾക്കുമായി പ്രായം അനുസരിച്ച് ഇവിടെ വസ്ത്രങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് 18 കൊടകര. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. നിളപോലൊഴുകുന്ന നാട്ടുവിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഏലമലക്കാടുകളും തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ, മലയാളം പറയുന്ന മാഞ്ചിരാനിന്റെ വിശേഷങ്ങളും, സപ്തഭാഷ സംഗമഭൂമി, തേജസ്വിനിയുടെ തീരം, പള്ളിയോടങ്ങളുടെ നാട്, കഥകളി പിറന്ന നാട്, ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഭാഷാപിതാവിന്റെ നാട്ടിൽ, ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി. കേരളത്തിന് വെളിച്ചം പകരുന്ന സ്വന്തം അണക്കെട്ട്, കടലും തിരയും കഥ പറയുന്ന വർക്കല, കളരിയുടെ മണ്ണ്. തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനാണ്. കേരളത്തിന്റെ സ്വന്തം വയനാട്, കേരളത്തിന്റെ കശ്മീരിൽ നിന്ന്, മലയോര കർഷകന്റെ പുണ്യഭൂമി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ KB ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി